മക്കളെ, ഇത് ഹൈസ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു ഹയർ സെക്കൻഡറി ലെവലിലേക്ക് കയറാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അതായത് ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്നും ഉയർന്ന ഒരു ടേമിലേക്കും അതിൻ്റെ സിലബസിലേക്കൊക്കെ മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെയധികം ഒരു വ്യത്യസ്തകരമായ മാറ്റമാണ്. അപ്പോൾ മിസ്സിൻ്റെ ഒക്കെ ക്ലാസ്സിൽ, അതായത് മിസ്സ് പണ്ട് പഠിക്കുവാണ് തന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മിസ് ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ആ ഒരു ടൈമിൽ എന്താവണം, എങ്ങനെ ആവണം എന്നൊക്കെ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ 8, 9, 10 ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മിസ്സ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ബാക്കിയുള്ള കൂടെ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിരുന്ന് പഠിക്കുന്ന സമയത്ത് ഡൗട്ടൊക്കെ ചോദിക്കുന്നവർക്ക് നമ്മൾ ചെറുതായിട്ട് പറഞ്ഞൊക്കെ കൊടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പം കൂടെയുള്ള ഫ്രണ്ട്സിന് അത് നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടെന്നും അവർ തന്നെ പറഞ്ഞറിയുമ്പോഴാണ് എനിക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ ഒരു ചെറിയ കഴിവുണ്ട്, അപ്പോൾ അവർക്കത് മനസ്സിലാവുമെന്ന് പറയുമ്പം ഞാൻ തന്നെ അറിയാതെ ഭയങ്കരമായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് വരുന്നു. ഞാൻ വളരെയധികം ഒരു സംതൃപ്തി അടയുന്ന ഒരു സമയമായിരുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ നമ്മൾ പണ്ട് സെമിനാറും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഈ നല്ല രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് തന്നെ ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്, അത് ഡയറക്റ്റായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിന്നാണ് ടീച്ചിങ് എന്ന ഒരു പ്രൊഫഷനിലേക്കും ആ ഒരു പാഷൻ അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ ആ ഒരു വാല്യൂ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അങ്ങനെയാണ് എൻ്റെ ഡ്രീം ഈ ഒരു ടീച്ചിങ്ങിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതും അതിനുവേണ്ടി +1, +2 സയൻസ് എടുത്തു. കാരണം സയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്, പ്രത്യേകിച്ച് ബയോളജി. കാരണം അത് പഠിക്കുമ്പോഴാണെങ്കിലും കൂടുതൽ കാര്യം അറിയാൻ പോകുമ്പോഴാണെങ്കിലും ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ ആ ക്യൂരിയോസിറ്റിയാണ് ഇന്ന് എന്നെ നിങ്ങളുടെയൊക്കെ മുന്നിലുള്ള ഒരു ബയോളജി ടീച്ചറാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും കൂടുതലായിട്ട് അറിയാനും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഇത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തേണ്ടതെന്ന് ഞാൻ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുമായിരുന്നു. അപ്പം നിങ്ങളോടും മിസ്സിന് പറയാനുള്ളത് എന്താണ്, ഈ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ എയിം എന്താണ്, ഡ്രീം എന്താണ് എന്ന് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്ത് തുടങ്ങണം. എന്നാൽ മാത്രമേ പിന്നീടുള്ള ഒരു അതായത് നമ്മൾ ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യണം, നമ്മുടെ സ്കിൽ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അത് റൈറ്റ് പാത്വേയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു സയൻസ് നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അതൊരു ഇഷ്ടത്തുകൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ സ്കിൽ എന്താണ്, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ സയൻസ് എടുക്കാൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഇപ്പം ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ ഇപ്പോഴേ നമ്മളത് റൈറ്റായിട്ട് ചൂസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. അല്ലാതെ +2 ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം നോക്കാം, വേണമെങ്കിൽ അപ്പം പഠിച്ചിട്ട് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ആ ഒരു ജോലി എനിക്ക് പറ്റുമോ, അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസും ഡൗട്ട്സൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ ബേസിക്സ് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് +1, +2 സിലബസിനോട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമ്മുടെ നീറ്റ് JEE പ്രിപ്പറേഷൻ നമ്മൾ തരുന്നത് നമ്മുടെ Kings 11 ബാച്ചിലൂടെ. അപ്പം സൈലം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ കണ്ടെത്തി അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, +1, +2 നിങ്ങൾ പഠിക്കുന്നുണ്ട് സിലബസ്, അത് നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നു. അപ്പോൾ OMR ബേസ്ഡ് ആയിട്ടും MCQ സീരീസിലൂടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പാറ്റേണിലൂടെയും സിലബസ് നല്ല രീതിയിൽ 100% ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റുന്നു. കൂടെ തന്നെ നമ്മുടെ നീറ്റ് JEE പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ +1, +2 കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നീറ്റ് JEE കൂടെ നിങ്ങൾ സ്കോർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾ അപ്പോൾ തന്നെ നേടിയെടുക്കുന്നത്. അപ്പോൾ പിന്നീട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ ടോപ്പ് ഫാക്കൽറ്റീസ് തയ്ക്കുന്ന ഈ ക്ലാസ്സിലൂടെയും ലൈവ് സീരീസിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇന്ത്യയിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാൻ കുറേ കുട്ടികൾ വളരെയധികം പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. ഇപ്പം IAS ആയിക്കോട്ടെ, നീറ്റ് JEE പോലത്തെ എക്സാംസുകളായിക്കോട്ടെ. പക്ഷെ നമ്മൾ മലയാളികൾ കൂടുതലും 10 കഴിയട്ടെ, +2 കഴിയട്ടെ എല്ലാം നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കും. അപ്പോൾ ആ ഒരു മാറ്റി വെക്കുന്നത് ഇനി നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. നമ്മളുടെ പ്രൊഫഷൻ എന്താണ്, നമ്മളുടെ എയിം എന്താണ്, ഡ്രീം എന്താണെന്ന് ഇപ്പോഴേ ആലോചിച്ച് ഇപ്പോൾ തന്നെ അതിൻ്റെ ബേസിക് പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഡ്രീം ചെയ്ത് അതിലേക്ക് അച്ചീവ് ചെയ്ത് തന്നെ എത്തുക. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും നിങ്ങൾക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടിനും സൈലും നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. നമ്മുടെ Kings 11 ബാച്ച് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.